ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പം കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസ് വീഡിയോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം 6 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്കത് ഒരു 6 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ക്രീമിൻ്റെ കൂടെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിരിക്കും. എന്നിട്ടാണ് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഓർഡർ വന്ന സമയത്ത് അവർ ഡോറ ബുജി തീമിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഡോറ ബുജിയുടെ പ്രിൻ്റ് കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ മാഷ് ആൻഡ് ബെയർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വൈകുന്നേരം കൊടുക്കാനായിട്ടുള്ള കേക്കാണ് ഇത്. അപ്പോൾ രാവിലെയാണ് നമുക്ക് ഓർഡർ വന്നത്. അപ്പം നമുക്ക് UK നിന്നാണ് ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അനുവിൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിന് ഓർഡർ തന്ന കേക്കായത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രിൻ്റുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഈ തീം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് ലേസർ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്തത് നമുക്കൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അത് നമ്മൾ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ക്രീമും അതുപോലെ സ്ട്രോബെറി ക്രഷും ബ്ലാക്ക് ചോക്ലേറ്റും ചെറിയും ഒക്കെ ഇട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വേണം ബാക്കി ഫൈനലൈസിങ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഫൈനലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് സൈഡിലേക്ക് ഒന്ന് പിന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലറ്റ് നൈഫിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് മേളിലോട്ടുള്ള ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് മുകളിൽ ആവശ്യത്തിന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനായി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വൈഫ് തന്നിട്ടുള്ള സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ആക്കിയെടുത്തത്. പിന്നെ സൈഡിലേക്ക് ഡ്രിപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയെടുത്തിട്ടുണ്ട്. ഇത് ലേസർ പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത കേക്ക് എന്ന് പറയുന്നത് 1 kg ചോക്കോ ക്യാരമൽ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ അത് ഫുള്ള് കാണിക്കാഞ്ഞത്. നമ്മളത് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലൂ കളറ് താഴെ ജസ്റ്റ് ഡ്രോപ്പായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ വേവ് ഡിസൈനാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. സൈഡിലായിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഷുഗർ ബോൾസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഷുഗർ ബോൾസ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു നമുക്ക് കസ്റ്റമർ തന്ന തീം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ലേസർ പ്രിൻ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത പ്രിൻ്റൊക്കെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ സൈഡിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്തതുള്ളത് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇപ്പം ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളർ ഡ്രിപ്പിങ്ങാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴെ ബോർഡറിൽ റെഡ് കളർ കൊണ്ട് റിബൺ കൊണ്ടിട്ട് ഒരു ബോർഡറും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുത്ത ഹാർട്ട് ഷേപ്പാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ പേരും കൂടെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വർക്കിൽ ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടമായി, ഏത് ഡെക്കറേഷനാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.